സമർപ്പിത ജീവിതം ഒരു യാത്രയാണ്. അവിടെ പതിവുകളുടെ ചിരിയുണ്ട്, സഹനങ്ങളുടെ കണ്ണീരുണ്ട്, കൂട്ടായ്മയുടെ സ്നേഹമുണ്ട്, സമർപ്പണത്തിൻ്റെ തിളക്കവുമുണ്ട്. ഇവയെല്ലാം ആസ്വദിച്ച് ജീവിക്കാൻ കഴിയുമ്പോഴാണ് സമർപ്പിത ജീവിതം അതിമനോഹരമായി മാറുന്നത്. അതിനിടയിൽ ആർദ്രമായ ചില കാഴ്ചകൾ നമ്മുടെ ഹൃദയം നനയ്ക്കും. തീർച്ച സ്നേഹപൂർവ്വം ഞങ്ങൾ അവതരിപ്പിക്കുന്നു കഥ പറയുന്ന മുന്തിരിവള്ളികൾ. നാടകരചന ഫാദർ റോബിൻസ് കുഴുകോടിൽ. അയ്യോ, ഇന്ന് ലേറ്റ് ആവും. പ്രിൻസിപ്പൽ സാറിൻ്റെ നിന്നും വഴക്ക് കിട്ടും. ഈ സമയത്ത് ആരാണ് ഈ ബെല്ലടിക്കുന്നത്? ആരാണേലും ഇങ്ങ് കയറിപ്പോരെ. സിസ്റ്ററെ, ഇവിടെ അടുക്കളയിൽ ജോലിക്ക് ആളെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് വന്നതാ. ആണോ? ഓ, അതിൻ്റെ കാര്യമൊക്കെ നോക്കുന്ന ഇവിടുത്തെ വേറൊരു അമ്മയാ, ഇവിടുത്തെ മദർ. ഞാൻ വിളിക്കാം. മദറേ, മദറേ, മദറിനെ കാണാൻ ഇതാ ഒരാൾ വന്നേക്കുന്നു. മദറേ, സമയമായി, ഞാൻ പോവാണേ. ലീന സിസ്റ്ററെ, ഇന്നും ഈ പണ്ടക്കെട്ട് കൊണ്ട് തന്നെയാണോ പോകുന്നേ? വന്നു ചുമക്കാൻ ആളെ വെക്കേണ്ട അവസ്ഥയായല്ലോ. ആ, ചെല്ല്. ആരാ? എൻ്റെ പേര് മേരീന്നാ. വീടങ്ങ് ഹൈറേഞ്ചിലാ. ഭർത്താവ് മരിച്ചുപോയി. ഞാനിവിടെ കിച്ചണിൽ ആളെ വേണമെന്ന് അറിഞ്ഞു വന്നതാ. എനിക്ക് അത്യാവശ്യമെല്ലാം ഉണ്ടാക്കാനൊക്കെ അറിയാം. ഇതിനു മുമ്പ് എവിടെയെങ്കിലും നിന്നിട്ടുണ്ടോ? ഒരച്ഛന് കുറേ കാലം വെച്ച് വിളമ്പി കൊടുത്ത് പരിചയമുണ്ട്. അങ്ങ് ഉത്തർപ്രദേശിൽ പോയി. ഇവിടെ എല്ലാവരും കൂടി ഒരു 5-6 പേരുണ്ട്. അവർക്കുള്ള ഭക്ഷണം ഉണ്ടാക്കണം. പിന്നെ ഈ മഠവും ഈ പരിസരമൊക്കെ ഒന്ന് വൃത്തിയായിട്ട് സൂക്ഷിക്കുകയും വേണം. പിന്നെ ശമ്പളത്തിൻ്റെ കാര്യമുണ്ടല്ലോ, അതൊരു മാസം ഞാനൊന്ന് നോക്കട്ടെ, എന്നിട്ട് പറയാം. എനിക്ക് ശമ്പളമൊന്നും അധികം കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല. താമസിക്കാൻ ഒരു ചെറിയ റൂം തന്നാൽ മതി. എന്തുവാ ലീന സിസ്റ്ററെ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്നോടുന്നത്? എന്നും ഇത് തന്നെ. രാവിലെ അങ്ങോട്ട് ഓടും, പിന്നെ ഇങ്ങോട്ട് ഓടും. ഇതൊക്കെ നേരത്തെ ഒന്ന് എടുത്തു വെച്ചാൽ കുഴപ്പമൊന്നുമില്ലല്ലോ. അതെങ്ങനെയാ? 100 കൂട്ടം പണിയല്ലേ പിടിച്ചുകൊണ്ട് വരുന്നേ? എന്നിട്ട് കിടന്ന് ഓടിയാൽ മതി. എത്ര പറഞ്ഞാലും ഒരു കാര്യവും ഇല്ല. മേരി അകത്തോട്ട് നടന്നു. ഞാൻ വന്ന് എല്ലാം ഒന്ന് കാണിച്ചു തരാം. കുഞ്ഞേ, ഇവിടെ എന്താ ഒരു തട്ടുമുട്ടും ബഹളവും ഒക്കെ കേൾക്കുന്നേ? അതാ ലീന സിസ്റ്റർ കിടന്ന് ഓടുന്നതാന്നേ. എന്നതാ പറഞ്ഞേ? കേക്കത്തില്ല, കുറച്ച് ഉറച്ചു പറ കുഞ്ഞേ. അതാ ലീന സിസ്റ്റർ കിടന്ന് ഓടുന്നതാ. അത് തന്നെയാ ഞാനും നോക്കുന്നത്. ഒരു പേന കിട്ടുമോന്ന്. ഉണ്ടോ കുഞ്ഞേ ഒരു പേന എടുക്കാൻ? എൻ്റെ കൊരേറ്റമ്മേ, പേനയല്ല ലീന. എന്നതാ? ഹോ, ഈ കൊരേറ്റമ്മോട് പറഞ്ഞ് ഞാൻ മടുത്തു. മേരി, ഇത് ഞങ്ങളുടെ കൊരേറ്റിയമ്മ. ചെവിക്ക് കുറച്ച് കേൾവിക്കുറവുണ്ട്. പക്ഷെ നമ്മൾ എവിടെയെങ്കിലും നിന്ന് 2 കുറ്റം പറയാമെന്ന് വെച്ചാൽ അത് എത്ര പതുക്കെ പറഞ്ഞാലും അമ്മ അത് കേൾക്കുകയും ചെയ്യും. മേരി വാ, നമുക്ക് അകത്തേക്ക് പോകാം. കൊരേറ്റിയമ്മ അമ്മയുടെ പ്രഭാത സവാരിയൊക്കെ നടത്തട്ടെ. ഈ നടത്തവാ അമ്മയുടെ ബലം, അല്ലേ അമ്മേ? സൂക്ഷിച്ചോണം കേട്ടോ. മേരി വാ. അമ്മേ, ഞാൻ പോവുകയാണേ. നേരം പോയിട്ടോ. ഇതെന്നാ ഈ ബാഗ് മൊത്തം? നീ വല്ലയിടത്തും ടൂർ പോവുകയാണോ? ഓ, എൻ്റെ അമ്മേ, ടൂറ് പോകുന്നൊന്നും അല്ല. പിള്ളേരെ പഠിപ്പിക്കാൻ ഇപ്പം ഇതൊക്കെ വേണം. ഞാൻ പോവുകയാണേ. എന്നാ ഒരു ഓട്ടമായത്. ആവുന്ന കാലത്ത് ഞാനും ഇതുപോലെ കിടന്ന് കുറേ ഓടിയതാ. പക്ഷേ ഓടി നടക്കുന്നതിനിടയിൽ ഒരിക്കലും ഓർത്തില്ല ഇങ്ങനെ 6 കാലിൽ നടക്കേണ്ട ഒരു കാലം വരുമെന്ന്. പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ച് മാറ്റിവെച്ച കാര്യങ്ങൾ പലതും ഇപ്പം പിന്നിൽ നിന്ന് എന്നെ നോക്കി ചിരിക്കുക. നടുവ് നിവർത്തി ഒറ്റയ്ക്കൊന്ന് നിൽക്കാൻ പോലും പറ്റാത്ത നിനക്ക് ഇനി എന്നാ ചെയ്യാൻ പറ്റുമെന്നും ചോദിച്ച്. ആഹാ, ഗോരേറ്റിയമ്മ ഇവിടെ വന്ന് നിൽക്കുകയാണോ? ദാ ഈ മരുന്ന് കഴിച്ചേ. ഈ വെള്ളം കൂടി ഒന്ന് കുടിച്ചേ. അങ്ങനെ. ഇനി വാ, നമുക്ക് ചാപ്പലിലേക്ക് പോകാം.
ഓ, ഈ നാറ്റു നോക്കിയിരുന്ന് കിട്ടിയ ഒരു അവധി ദിവസം. ഇന്ന് ഈ പേപ്പർ മുഴുവൻ നോക്കി തീർത്തിട്ട് വേണം എനിക്ക് മുറിയൊക്കെ ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കാൻ. എടി ചിത്രേ, നിനക്ക് പഠിക്കാൻ ഒന്നുമില്ലേടി? ഓ, ഞാൻ ഇനി പഠിക്കുന്നൊന്നുമില്ല സിസ്റ്ററെ. MBA കഴിഞ്ഞ എന്നെ അമേരിക്കയ്ക്ക് കൊണ്ടുപോകാൻ അവരുടെ തീരുമാനം. എനിക്കാണെങ്കിൽ അവരുടെ കൂടെ പോയി ജീവിക്കാൻ ഒട്ടും ഇഷ്ടമല്ല. അതെന്നാടി അങ്ങനെ? ഓർമ്മ വെച്ച നാൾ മുതൽ ഈ കോൺവെൻറ്റിൻ്റെ ഹോസ്റ്റലിലല്ലായിരുന്നു എൻ്റെ ജീവിതം. അവർ വല്ലപ്പോഴും ഒന്ന് വരും, കാണും, പോകും. ശരിക്കും പറഞ്ഞാൽ ഒരു അനാഥക്കുട്ടിയെ പോലല്ല എൻ്റെ ജീവിതം. എനിക്കെല്ലാം നിങ്ങളാ. ഈ മടവും സിസ്റ്റർമാരെയും വിട്ട് ഞാൻ എങ്ങോട്ടും ഇല്ല. പരീക്ഷ പാസ്സായാലല്ലേ അവരെന്നെ കൊണ്ടുപോകൂ. എനിക്ക് പോകണ്ട സിസ്റ്ററെ. ഇതെന്നാ സിസ്റ്ററെ? എന്നതാ നീ എടുത്ത് നോക്കിക്കേ. എന്തോ ഒരു കത്താ. ഏതോ ഒരു ജോജോ എഴുതിയതാ. ആഹാ, ജോജോ സാറിൻ്റെ ആണോ? എൻ്റെ കൂടെ ഉള്ളതാ, നീ വായിക്ക്. സിസ്റ്ററെ, ഇതെന്തോ പേഴ്സണൽ കാര്യമാണെന്നോ തോന്നുന്നത്. സിസ്റ്റർ എന്നെ വായിച്ചോ. പ്രിയപ്പെട്ട ലീന സിസ്റ്ററിന് ഈ കത്ത് ഞാൻ എഴുതുന്നത് കുറേയേറെ ആലോചിച്ച ശേഷമാണ്. ഞാൻ ഈ എഴുതുന്നത് ശരിയാണോ തെറ്റാണോ എന്നെനിക്കറിയില്ല. എനിക്കത് നേരിട്ട് പറയാനുള്ള ധൈര്യവും ഇല്ല. എങ്കിലും പറയുക, എനിക്ക് സിസ്റ്ററിനെ വലിയ ഇഷ്ടമാണ്. എനിക്ക് സിസ്റ്ററിനെ വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ഞാനിത് പറയുന്നത് വളരെ സീരിയസ് ആയിട്ടാണ്. ഉത്തരം എന്താണെങ്കിലും എനിക്ക് കുഴപ്പമില്ല. പക്ഷേ അതെന്നോട് നേരിട്ട് പറയണം. എന്താ സിസ്റ്റർ, പ്രശ്നം വല്ലതാണോ? ഛേ, കഷ്ടം. ഇവരൊക്കെ എന്താ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്? എന്തൊരു കഷ്ടം ഇത്. സിസ്റ്റർ ഇത് എന്നാ ചെയ്യാൻ പോവാ? ചിത്രേ, ഞാൻ അയാളെ ഒന്ന് വിളിക്കാൻ പോവുക. നീ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചോണം. സിസ്റ്റർ അത് വേണോ? വേണം. ഹലോ ജോജോ സാറേ, ഒരുപാട് ആലോചിച്ച് സാർ എഴുതിയ കത്ത് ഞാൻ വായിച്ചു. ഉത്തരം തരാൻ വേണ്ടിയാ ഞാൻ വിളിക്കുന്നത്. സാർ എന്നെ കാണുന്നതും നമ്മൾ തമ്മിൽ ഒരുമിച്ച് ജോലി ചെയ്യുന്നതും കഴിഞ്ഞ 3 വർഷങ്ങൾ കൊണ്ട് മാത്രമാണ്. പക്ഷേ അതിനു മുമ്പ് എനിക്കൊരു ജീവിതം ഉണ്ടായിരുന്നു സാറേ. ഞാൻ ജനിച്ച കാലം മുതൽ ഞാൻ കണ്ടു വളർന്നതും സ്നേഹിച്ചതുമായ മറ്റൊരാളുണ്ട്, എൻ്റെ ഈശോ. അവന് സമർപ്പിച്ചതാ സാറേ എൻ്റെ ജീവിതം. നിങ്ങളെല്ലാവരെയും എനിക്ക് വലിയ ഇഷ്ടമാണ്. പക്ഷേ അവനെ എൻ്റെ ജീവനേക്കാളും എനിക്കിഷ്ടമാണ് സാറേ. അവന് കൊടുത്ത വാക്ക് ഞാൻ കുറച്ച് കാലത്തേക്ക് കൊടുത്തതല്ല, എൻ്റെ മരണം വരെ ഉള്ളതാ. അതുകൊണ്ട് സാറിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. ഇത് സാറിൻ്റെ മാത്രം ഇഷ്ടമല്ലേ? ദൈവത്തിൻ്റെ ഇഷ്ടം മറ്റൊന്നാ സാറേ. താങ്കളുടെ സ്നേഹം അറിയിച്ചതിന് നന്ദി. പക്ഷേ എല്ലാവരുടെയും എല്ലാറ്റിൻ്റെയും സ്നേഹത്തിന് മുകളിൽ ഞാൻ അവനെ സ്നേഹിക്കുന്നു. ഞാൻ പറഞ്ഞത് സാറിന് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ശരി സാറേ. സിസ്റ്റർ, ഞാനൊന്ന് കെട്ടിപ്പിടിച്ചോട്ടെ? അതെന്താ പെട്ടെന്ന് എനിക്കൊരു സ്നേഹം? ഇപ്പോഴേ എനിക്കൊരു കാര്യം മനസ്സിലായേ. നിങ്ങളുടെ മുഖം എന്താ മറ്റെല്ലാവരെയും സുന്ദരമായിരിക്കുന്നതെന്ന്. ചിത്രേ, എടി എനിക്ക് പ്രാർത്ഥനയ്ക്ക് സമയമായി, ഞാൻ ചെല്ലട്ടെ. അപ്പോഴത്തേക്കും ഞാൻ ഈ മാർക്കൊക്കെ എഴുതി വെച്ചേക്കാം, പോരെ? മോളെ, ഇതാ വയസ്സായ സിസ്റ്ററിന് കുടിക്കാനുള്ള ചൂടുവെള്ളമാ. അയ്യോ, ഞാൻ വന്ന് എടുത്തോളുമായിരുന്നല്ലോ. അത് സാരമില്ല മോളെ, ഞാനിവിടെ ഉണ്ടല്ലോ. മോളുടെ പേരെന്താ? ഞാൻ ചിത്ര. ഞാൻ ചെറുപ്പം തൊട്ട് ഇവിടെ നിന്നാണ് പഠിക്കുന്നത്. ഇപ്പം MBA പഠിക്കുക. ചേച്ചിക്ക് മക്കളൊന്നുമില്ലേ? ഉണ്ട്, ഒരു മോനേ ഉള്ളൂ. അവനങ്ങ് മണിപ്പൂരില്ല, വല്ലപ്പോഴേ വരൂ.
ചേച്ചി എന്തിനാ കട്ടപ്പനയിൽ നിന്ന് ഇത്രയും ദൂരം വന്ന് ഇവിടെ വന്ന് ജോലി ചെയ്യുന്നത്? അവിടെയൊന്നും ജോലി കിട്ടിയില്ലേ? ജോലിയൊക്കെ കിട്ടും, പക്ഷേ അതെനിക്ക് ശരിയാവത്തില്ല മോളെ. ആഹാ, ഇവിടെ നാട്ടുകാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ? മേരി അകത്തോട്ട് ചെല്ല്. എടി ചിത്രേ, നിനക്ക് പഠിക്കാനൊന്നുമില്ലേ? അമ്മ, ഞാൻ സിസ്റ്ററിനെ സഹായിക്കുമായിരുന്നു. ഞാനിപ്പോൾ പോവുക. ദേ, ഇത് ലീന സിസ്റ്ററിൻ്റെ ഫോണാ, എടുക്കാൻ മറന്നുപോയതാ. ഹോ, ഇതൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് വെച്ചിട്ട് പോയാൽ ഇവർക്ക് എന്നാ? ഇതാരാ ഈ കിടന്ന് വിളിക്കുന്നേ? ഹലോ, നീ എന്താ വിചാരിച്ചേ? നിന്റെ സൗന്ദര്യം കണ്ട് മയങ്ങിയിട്ടാ ഞാൻ നിന്നെ കല്യാണം കഴിക്കുന്നത് ചോദിച്ചെന്നാണോ? എനിക്കറിയാം നീ എങ്ങനെയൊക്കെ നടക്കുന്നതെന്ന്. ഒരു ശീലാവധി വന്നേക്കുന്നു. കോൺവെന്റിന്റെ ഉള്ളിൽ നടക്കുന്നത് എന്താണെന്നൊക്കെ ഞാൻ അറിയുന്നുണ്ട്. ഹലോ, നിങ്ങൾ ആരാ? സിസ്റ്റർ ലീന, നീ പറയുന്നതൊക്കെ ഞങ്ങൾ കണ്ണും പൂട്ടി വിശ്വസിക്കണമെന്നാണോ? ഞാൻ പണ്ടേ പറഞ്ഞതാ ഈ പിള്ളേർക്ക് ഇത്ര സ്വാതന്ത്ര്യമൊന്നും കൊടുക്കരുതെന്ന്. പഠിത്തമാണ്, ജോലിയാണ്, കുന്തമാണെന്നൊക്കെ പറഞ്ഞ് കയറൊരു വിട്ട ഇങ്ങനെ ഇരിക്കും. അമ്മേ, ഞാനൊന്നും ചെയ്തില്ലല്ലോ. ആ സാർ എന്നോട് അങ്ങനെ പെരുമാറിയത് എൻ്റെ തെറ്റാവുന്ന എങ്ങനെയാ? നിന്റെ തെറ്റ് തന്നെയാ. സിസ്റ്റർമാരായ കുറച്ച് അടക്കം ഒതുക്കമൊക്കെ വേണം. അല്ലാതെ കാണുന്നവരെയൊക്കെ നോക്കി ചിരിച്ചും കളിച്ചും നടന്നാൽ ഇങ്ങനെ ഇരിക്കും. കോൺവെന്റിൽ നിന്ന് പോകുമ്പോഴും ബാഗ് നിറച്ച സാധനങ്ങളാ. ചോറിനേക്കാൾ കൂടുതൽ കറിയാ കൊണ്ടുപോകുന്നത്. എന്നിട്ട് അവിടെ കൊണ്ടുപോയി എല്ലാവർക്കും വീതം വെക്കുക. ഞാൻ പറഞ്ഞതാ ഇതൊന്നും വേണ്ടാന്ന്. ആരോടും ഒരു പരിധിക്കപ്പുറം സ്നേഹമൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ കണ്ടില്ലേ? എൻ്റെ മനസ്സ് മാത്രം ആരും കാണാത്ത എന്താ? അതിന് കരയൊന്നും വേണ്ട. വല്ലതൊക്കെ വരുത്തി വെച്ചിട്ട് ഇനി കരഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇതിനൊരു തീരുമാനം പറയേണ്ടത് പ്രോൺശാലമ്മയാ. അമ്മയുടെ അഭിപ്രായം എന്നാ? ഞാനീ പറയുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയണമെന്നില്ല. സന്യാസം അകത്തളങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്ന ഒരു കാലമുണ്ടായിരുന്നു. പക്ഷേ ഇന്നതങ്ങനെയല്ല. തങ്ങളുടെ ഒപ്പം ജീവിക്കുന്ന, തങ്ങളോടൊപ്പം കളിക്കുകയും തമാശ പറയുകയും സ്നേഹിക്കുകയും പങ്കുവയ്ക്കുകയും ഒക്കെ ചെയ്യുന്ന സമർപ്പിതരെയാണ് ഇന്ന് സഭയ്ക്ക് ഈ കാലഘട്ടത്തിൽ ആവശ്യം. അയാൾ അങ്ങനെ ഒരു താല്പര്യം സിസ്റ്ററിനോട് പറഞ്ഞുവെന്ന് വെച്ച് സിസ്റ്ററിനെ നമ്മൾ കുറ്റപ്പെടുത്തുന്നത് ശരിയല്ല. അതിനോട് സിസ്റ്റർ ലീന കാണിച്ച മനോഭാവവും സ്വന്തം സമർപ്പണത്തെ ഏറ്റുപറയാൻ കാണിച്ച ധൈര്യവും ഞാൻ അഭിനന്ദിക്കുന്നു. പരീക്ഷണങ്ങളിൽ നിന്ന് മാറി ഒളിച്ചിരുന്ന് വിശുദ്ധരാകുന്നതിനേക്കാൾ പരീക്ഷണങ്ങളെ ജയിച്ച് വിശുദ്ധരാകുന്നവർക്കാണ് ഇന്നത്തെ തലമുറയെ സ്വാധീനിക്കാൻ പറ്റുന്നത്. അതിനാണ് നമ്മൾ പരിശീലനം കൊടുക്കേണ്ടത്. സിസ്റ്റർ ലീന, വിഷമിക്കേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. ഗൊരേത്തിയമ്മേ, മോളിപ്പം വല്ലതും പറഞ്ഞായിരുന്നോ? ഇല്ലമ്മേ, ഞാൻ ചിന്തിക്കുമായിരുന്നു. ജീവിച്ച് എനിക്ക് നിങ്ങളുടെ ജീവിതത്തോട് വല്ലാത്തൊരിഷ്ടം തോന്നി തുടങ്ങിയിരിക്കുന്നു. എൻ്റെ മതവും വിശ്വാസങ്ങളും ഒക്കെ വേറെ ആയിരുന്നിട്ടും ഒരിക്കൽ പോലും എന്നോട് അത് ഉപേക്ഷിക്കാൻ നിങ്ങൾ ആരും പറഞ്ഞിട്ടില്ല. പക്ഷേ എനിക്ക് ഈശോയെക്കുറിച്ച് അറിയാം. അവൻ്റെ സ്നേഹത്തെക്കുറിച്ച് ഞാൻ കണ്ടതും പഠിച്ചതും നിങ്ങളുടെ ജീവിതത്തിലൂടെയാണ്. എനിക്കും ഈശോയുടെ മണവാട്ടിയാകുവാൻ കൊതിയാകുക. എന്തുവാ മോളെ നീ ഈ പറയുന്നത്? അമ്മ, ഞാൻ പറഞ്ഞത് കേട്ടോ? നീ എന്തോ വാട്ടുകപ്പയുടെ കാര്യമല്ലേ പറഞ്ഞത്? നല്ല വാട്ടുകപ്പ കിട്ടിയ സൂപ്പറാ. പിന്നെ ഷുഗർ 300-ന്റെ താഴോട്ട് വന്നിട്ടേ ഇല്ല. പിന്നെ വാട്ടുകപ്പ. ആരാ മോളെ വന്നിരിക്കുന്നേ? ചിത്ര കൊരേത്തിയമ്മയും കൊണ്ട് അകത്തേക്ക് പൊക്കൂ.
ഞാൻ നോക്കിക്കോളാം. കയറി വരണേ സാറേ. ഞാൻ സബ് ഇൻസ്പെക്ടർ മാളവിക മേനോൻ. കോൺവെന്റിൽ എന്തിനാണ് ഞാൻ വന്നതെന്ന് ഓർത്താവും സിസ്റ്റർ നോക്കുന്നത്. സാറേ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടാണോ വന്നത്? എനിക്കൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. ഒരു മാൻ മിസ്സിംഗ് കേസ്, അതുമായി ബന്ധപ്പെട്ട കാര്യത്തിനാണ് ഞാൻ വന്നത്. ഇവിടെ റാഹേൽ എന്ന പേരുള്ള ആരെങ്കിലും താമസിക്കുന്നുണ്ടോ? ഇല്ല. മറ്റാരെങ്കിലും പുറത്തുനിന്ന് ഇവിടെ വന്നിട്ടുണ്ടോ? ഒരു ജോലിക്കാരിയുണ്ട്, പേര് മേരി എന്നാ. പക്ഷേ ഇപ്പോൾ ഒരാഴ്ച അവധിയെടുത്ത് വീട്ടിൽ പോയിരിക്കുക. മേരി ഇവിടെ വന്നിട്ട് എത്ര കാലമായി? 6 മാസമായി കാണും. മേരിയുടെ ആധാർ കാർഡ്, വോട്ടർ ID അങ്ങനെ എന്തെങ്കിലും രേഖകൾ അവരെ കുറിച്ച് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടോ? ഇല്ല. പിന്നെ അവരെന്ത് വിശ്വസിച്ചാണ് നിങ്ങൾ കൂടെ താമസിപ്പിക്കുന്നത്? അതും ഈ കോൺവെന്റിലെ ഉള്ളിൽ. നാളെ എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങൾ അതിന് സമാധാനം പറയേണ്ടി വരും. അപരിചിതർ ആര് വന്നാലും അവരെ താമസിപ്പിക്കും മുൻപ് നിങ്ങൾ അവരുടെ മുഴുവൻ ഡീറ്റെയിൽസും അറിഞ്ഞിരിക്കണം. കന്യാസ്ത്രീമാർക്ക് കരുണ മാത്രം പോരാ, കുറച്ച് വിവേകം കൂടി വേണം കേട്ടോ. ഞാൻ ഇറങ്ങുക. അവർ വരുമ്പോൾ എന്നെ അറിയിക്കണം. ഇതാ എൻ്റെ ഫോൺ നമ്പർ. ശരി സാറേ, ഞാൻ അറിയിക്കാം. മദറെ, പോലീസുകാരായിരുന്നോ? അതെ, അവരേതോ റാഹേലിനെ അന്വേഷിച്ച് വന്നതാ. ഞാൻ പറഞ്ഞ ഇവിടെ മേരി എന്ന് പറഞ്ഞ ഒരാളെ ഉള്ളെന്ന്. ഇനി അവരെങ്ങാനും ആയിരിക്കുമോ ഈ റാഹേൽ? അതെ, ഞാനാണ് റാഹേൽ, തെരുവാക്കുന്നേൽ റാഹേൽ. പിന്നെന്തിനാ നിങ്ങൾ ഞങ്ങളോട് കള്ളം പറഞ്ഞത്? ഞാൻ ആരാണെന്ന് വെളിപ്പെടുത്തേണ്ടി വരുമെന്ന് പേടിച്ചിട്ടാ. അതിന് മാത്രം എന്ത് രഹസ്യമാണ് നിങ്ങൾക്കുള്ളത്? നിങ്ങളെന്താ വല്ല കുറ്റകൃത്യവും ചെയ്തിട്ടാണോ പോലീസൊക്കെ അന്വേഷിച്ചു വരുന്നത്? ബാക്കി എന്നാന്ന് വെച്ചാലേ പോലീസിൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി. ഞാനിപ്പോൾ അവരെ വിളിക്കാൻ പോവുക. വിളിക്കുന്നതിന് മുമ്പ് ഞാൻ ആരാണെന്ന് കൂടി പറഞ്ഞേക്കാം. ഞാനൊരു വൈദികന്റെ അമ്മയാണ്. രണ്ട് മക്കളായിരുന്നു എനിക്ക്. മൂത്തവൾ ചെറുപ്പത്തിലെ ന്യൂമോണിയ ബാധിച്ചു മരിച്ചു. കൊച്ചിന് 5 വയസ്സായപ്പോൾ അദ്ദേഹവും പോയി. അത്യാവശ്യ സമ്പാദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ തകർന്നു പോയി എന്നെ താങ്ങുന്നതിന് പകരം ഉണ്ടായിരുന്നതൊക്കെ ഓരോ കാരണങ്ങൾ ഉണ്ടാക്കി കൊണ്ടുപോകാനായിരുന്നു ബന്ധുക്കൾക്ക് തിടുക്കം. എല്ലാവരും കൊണ്ടുപോയിക്കോട്ടെ, നമുക്ക് ദൈവമില്ല എന്ന് അവൻ എന്നോട് പറയുമായിരുന്നു. കയറിക്കിടക്കാനുള്ള വീട് മാത്രം അവസാനം ബാക്കിയായി. കൂടെ തുണയായി നിൽക്കേണ്ടവനാണെന്ന് അറിയാമെങ്കിലും അവനെ തടുക്കാൻ എനിക്ക് പറ്റിയില്ല. അവൻ ഇന്നൊരു വൈദികനാണ്. മണിപ്പൂരിലെ ആദിവാസികൾക്കിടയിൽ ഒരു മിഷണറിയായി അവൻ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുക. അവനോടൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഇന്ന് എൻ്റെ വീടും കൂടി കൈക്കലാക്കാൻ അവരൊക്കെ കേസ് കൊടുത്തിരിക്കുകയാണ്. ഒടുവിൽ ഞാൻ അവിടെ നിന്നും ഒളിച്ചോടിയതാണ്. എന്നെ തിരിച്ചു കിട്ടാൻ കേസ് കൊടുത്തിരിക്കുന്നത് അവർക്ക് എന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല. ആ വീടും കൂടി കൈവശപ്പെടുത്തുന്നതിന് മുമ്പ് ഞാൻ ചത്തെന്നൊന്ന് ഉറപ്പിക്കാനാണ്. ഒന്നു മാത്രമേ എനിക്ക് പ്രാർത്ഥനയുള്ളൂ, എൻ്റെ മോൻ ഇതൊന്നും അറിയില്ലേ എന്ന്. അതുകൊണ്ടാ ഞാൻ ആരോടും ഒന്നും പറയാഞ്ഞത്. റാഹേലമ്മേ, നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല, ഞങ്ങളുണ്ട് കൂടെ. റാഹേലമ്മയ്ക്ക് ഇനി ഒറ്റ മകനല്ല, ഞങ്ങളൊക്കെ റാഹേലമ്മയുടെ മക്കളും സഹോദരങ്ങളും ഒക്കെയാണ്. അച്ഛമോനോടൊന്നും പറയണ്ട, അദ്ദേഹം അവിടെ ശുശ്രൂഷ ചെയ്യട്ടെ. ഇപ്പം എനിക്കൊരു കാര്യം മനസ്സിലായി. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവരെ അവിടുത്തെ മാലാഖമാര് സംരക്ഷിക്കുമെന്ന് പറഞ്ഞത് എത്ര ശരിയാണെന്ന്. എന്നതാ അവിടെ എല്ലാരോടും കൂടി നിന്ന് കുറ്റം പറയുന്നേ? കുറ്റം പറഞ്ഞതല്ലമ്മേ, ഈ റാഹേലമ്മയുടെ മോനെ ഒരച്ഛനാന്ന്. ആഹാ, അച്ചപ്പം ഉണ്ടാക്കാൻ അറിയാന്നോ? പിന്നെ പണ്ട് എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു. ഞാൻ പോവുക, അല്ലെങ്കിൽ ഇപ്പോൾ അച്ചപ്പവും കുഴലപ്പവും നാരങ്ങാമിഠായും ഒക്കെ ഞാൻ ഉണ്ടാക്കേണ്ടി വരും. ഇനി ഞാൻ നോക്കിക്കൊള്ളാം ഈ അമ്മയെ. എൻ്റെ അമ്മയുടെ അതേ ചായയാണ് ഈ ഗോരേത്തിയമ്മയ്ക്ക്. മോളെ, നിന്റെ കണ്ണെന്താ നിറഞ്ഞിരിക്കുന്നത്? ഒരാൾ കരയണമെങ്കിൽ ഒന്നുകിൽ അവർക്കുള്ളിലൊരു സങ്കടമുണ്ടാകും,
അല്ലെങ്കിൽ വലിയൊരു സന്തോഷമുണ്ടാകും. മോള് കരയുന്നത് എന്തിനാ? ആദ്യം ഞാൻ കരഞ്ഞത് സങ്കടം കൊണ്ടാ, പക്ഷെ ഇപ്പം ഞാൻ കരയുന്നത് സന്തോഷം കൊണ്ടാ. ഞാൻ ഒറ്റയ്ക്കല്ലോ എന്ന സന്തോഷം. ദേ പത്രം. എന്താ റാഹേലമ്മേ, എന്നാ പറ്റി? അമ്മേ, ഈ പത്രവാർത്ത കണ്ടോ? ദേ മണിപ്പൂരി കലാപം തുടങ്ങിയെന്ന്, പള്ളികളൊക്കെ കത്തിക്കുവാണെന്ന്. എൻ്റെ മോൻ അവിടാ, ഞാൻ അവനൊന്ന് വിളിച്ചു നോക്കട്ടെ അമ്മേ. അമ്മേ, വിളിച്ചിട്ട് കിട്ടുന്നില്ല അമ്മേ. റാഹേലമ്മ സമാധാനിക്ക്, മോൻ ഒന്നും സംഭവിക്കത്തില്ലെന്നേ. എൻ്റെ ഈശോയെ, നിനക്ക് വേണ്ടിയല്ലേ അവൻ അവിടെ എന്നെ പോലും ഉപേക്ഷിച്ച് വന്നു നിൽക്കുന്നേ. അവനെ കാത്തുകൊള്ളണേ എൻ്റെ മാതാവേ. ഇതാണല്ലേ മേരി എന്ന അപരനാമത്തിൽ ഇവിടെ താമസിക്കുന്ന റാഹേലമ്മ? അതെ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല സാറേ. നിങ്ങൾ പോലീസുകാരല്ലേ? പറ്റുമെങ്കിൽ എൻ്റെ മോനെ ഒന്ന് അന്വേഷിക്കാമോ? അവനങ്ങ് മണിപ്പൂരില്ല, അവിടെ കലാപമൊക്കെയാണെന്ന് പത്രത്തിൽ കണ്ടു. മണിപ്പൂരൊക്കെ പട്ടാളം നോക്കിക്കോളും. ഇവിടെ ഞങ്ങളെ പോലുള്ളവർക്ക് അന്വേഷിക്കാനും നോക്കാനും ഇവിടെ തന്നെ ആവശ്യത്തിന് പണികളുണ്ടല്ലോ. ഞാൻ റാഹേലമ്മയുടെ ചരിത്രമൊക്കെ പരിശോധിച്ചു. ഇനി ഒന്നും ഇങ്ങോട്ട് പറയേണ്ടതില്ല. എന്നെ പിടിച്ചോണ്ട് പോകാൻ വന്നതാണെങ്കിൽ ഒരപേക്ഷയുണ്ട്. എൻ്റെ മോനെ ഒന്ന് കണ്ടിട്ട് വരാൻ എന്നെ സമ്മതിക്കണം. പിടിച്ചുകൊണ്ട് പോകാനല്ല, പിടിച്ചെടുത്തതൊക്കെ തിരിച്ചു തരാനാണ് ഞാൻ വന്നത്. ഇത് റാഹേലമ്മയുടെ വീടിൻ്റെയും സ്ഥലത്തിൻ്റെയും ആധാരമാണ്. റാഹേലമ്മയ്ക്ക് വേണ്ടി ഈ സിസ്റ്റർമാരാണ് ഇടപെട്ടത്. കോടതിയിൽ വാദിച്ചു ജയിച്ചതിൻ്റെ വിധിപ്പകർപ്പാണിത്. ഇനി റാഹേലമ്മയെ ആ വീട്ടിൽ നിന്ന് ഇറക്കാൻ ആർക്കും അവകാശമില്ല. ഈ ഉപകാരത്തിന് ഞാൻ എങ്ങനെ നന്ദി പറയണം എന്നെനിക്കറിയില്ല. ആരോരുമില്ലാത്തവന് ദൈവം തുണയായി വരുമെന്ന് ഇപ്പം എനിക്ക് വിശ്വാസമായി. സാറേ, ഇനി എനിക്കെൻ്റെ മോനെ ഒന്ന് കണ്ടിട്ട് മരിച്ചാലും വേണ്ടില്ല. എന്നാലിപ്പോൾ കണ്ടോ അച്ചോ, ഇങ്ങ് കയറി പോരെ. മോനെ കാണാതെ വിഷമിച്ച് നിൽക്കുന്ന ഈ അമ്മയെ ഇനിയും നിർത്തിയാൽ ദൈവം പോലും പുറത്തുനിന്ന് വരില്ല. അമ്മേ, മോനെ, എടാ നീയോ? നീ ഇതെങ്ങനെ വന്നു? നിനക്കൊന്നും പറ്റിയില്ലല്ലോ അല്ലേ? അമ്മയ്ക്ക് സന്തോഷമായിടാ. എന്നാൽ ഇനി നിങ്ങളുടെ സന്തോഷത്തിന്റെ ഇടയിൽ ഞാനൊരു ബുദ്ധിമുട്ടാകുന്നില്ല. ഞാൻ ഇറങ്ങുന്നു. ഇത്രയും പ്രശ്നമുണ്ടായിട്ടും അമ്മ എന്നാ എന്നോട് ഇതുവരെ ഒന്നും പറയാതിരുന്നത്? അതൊക്കെ കേട്ട് എൻ്റെ മോന് വിഷമമായാലോ എന്ന് ഓർത്തല്ല, അതൊക്കെ ഓർത്ത് എൻ്റെ മോൻ്റെ ശുശ്രൂഷയ്ക്ക് തടസ്സം വന്നാലോ എന്ന് ഓർത്തിട്ടാ. അമ്മ എൻ്റെ കൂടെ പോരെ മിഷനിലേക്ക്? ഇല്ല മോനെ, ഇപ്പൊ ഇത് എൻ്റെ വീടാണ്. ഇവിടെ എനിക്ക് എല്ലാവരും ഉണ്ട്. എനിക്കിത് മതി. അമ്മയ്ക്ക് സന്തോഷ. ഞാനുടനെ മണിപ്പൂരിലേക്ക് തിരിച്ചു പോവാ. എൻ്റെ ഇടവക്കാരൊക്കെ പള്ളി പോലും ഇല്ലാത്ത വനത്തിലാണ് താമസിക്കുന്നത്. അവർക്ക് കുർബാന ചൊല്ലാൻ ഞാനവിടെ ചെന്നേ പറ്റൂ. ഇല്ലെങ്കിലേ അവർ തളർന്നു പോകും അമ്മേ. നിന്നെ ഞാൻ ഒരിക്കലും തടയില്ല. കാരണം നിന്റെ ജോലി സുവിശേഷം ജീവിക്കലാണ്. അതിന് ഈ അമ്മ എന്നും പ്രാർത്ഥനയോടെ കൂടെ ഉണ്ടാവും. കണ്ടോ, ഇത്രയും തീഷ്ണതയുള്ള ഒരു മകനെ കിട്ടിയത് റാഹേലമ്മയുടെ ഭാഗ്യമാ. ഇതിൽ കൂടുതൽ എന്ത് സന്തോഷമാ റാഹേലമ്മ ഈ ലോകത്ത് വേണ്ടത്? എന്നാ ഞാൻ ഇറങ്ങട്ടെ. എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സുവിശേഷമായി സുവിശേഷമേകി വെല്ലുവിളികൾക്കിടയിലും അവർ ഈ ലോകത്തിൽ ജീവിച്ചുകൊണ്ടേയിരിക്കും. കാരണം അവർ കർത്താവിൻ്റെ ഓഹരിയാണ്, ദൈവത്തിൻ്റെ സ്വന്തം. നന്ദി.